പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. ഞാൻ വിപുൽ മുരളി, മലമ്പുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകൻ. ഞാൻ സീമ എലിസബത്ത് കെ ആൻഡ്രൂസ്, MARM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക. പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും +1 ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാ ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് വരുന്നത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. ഇവിടെ ഫിസിക്സിലെ 2 ഡൊമെയിൻസ് ആണ് ചർച്ച ചെയ്യുന്നത്, മാക്രോസ്കോപ്പിക് ഡൊമെയിൻ ആൻഡ് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ. ക്ലാസിക്കൽ ഫിസിക്സ് മാക്രോസ്കോപ്പിക് ഡൊമെയിനിൽ ഉൾപ്പെടുന്നതാണ്. അതിന്റെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് മെക്കാനിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് തെർമോഡൈനാമിക്സ്. അടുത്തത് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ ആണ്. ഇവിടെ ന്യൂക്ലിയർ, മോളിക്കുലർ ഓർ ആറ്റോമിക് ലെവലിലുള്ള ഫിനോമിനൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടം തിയറി അഥവാ കണികാ സിദ്ധാന്തമാണ് ഇവിടെ വിശദീകരണത്തിനായി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഈ അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നിവയാണ്. ചാപ്റ്ററിന്റെ തുടക്കഭാഗത്ത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പഠിക്കുമ്പോൾ 7 യൂണിറ്റുകളെ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി, ഈ ക്വാണ്ടിറ്റീസിനെ നമുക്ക് SI സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താം. ഇതുകൂടാതെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയ പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് ഡൈമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ വരുന്നത് ചെക്കിംഗ് ദ ഡൈമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡൈമെൻഷൻസ്. And it states that the magnitude of physical quantities may be added or subtracted only if they have the same dimensions. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ അക്കൂട്ടത്തിൽ പഠിക്കുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഡെഡ്യൂസിംഗ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നത്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം യൂസിംഗ് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ് സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു ഡെറിവേഷൻ ഡയമെൻഷണൽ മെത്തേഡിന്റെ സഹായത്തോടുകൂടി ഡിറൈവ് ചെയ്തിരിക്കുന്നത് കാണാം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒടുവിലായി T = K × √L/G എന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെടാവുന്നതാണ്. ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് ഡയമെൻഷണൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്. ഡയമെൻഷണൽ അനാലിസിസ് ചെക്ക് ചെയ്യുന്നത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് കാണാൻ വേണ്ടി മാത്രമാണ് എന്നതാണ് ആദ്യത്തെ ലിമിറ്റേഷൻ. ഇവിടെ എക്സാക്ട് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല, വൈൽ ഡെഡ്യൂസിംഗ് എ റിലേഷൻ ദ ഡയമെൻഷണൽ കോൺസ്റ്റന്റ്സ് കനോട്ട് ബി ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ് ആൻഡ് വി കനോട്ട് ഡെഡ്യൂസ് എ റിലേഷൻ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതുകൂടാതെ ഒരു ലിമിറ്റേഷൻ കൂടി പറയുന്നു. എ ഫോർമുല കണ്ടെയ്നിങ് ട്രിഗണോമെട്രിക്, exponential and logarithmic functions cannot be deduced using the method of dimensions. ഈ ലിമിറ്റേഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് മുൻ പറഞ്ഞ റിലേഷൻസ് ഡിറൈവ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡയമെൻഷനലി ചെക്ക് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ 3 മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, average velocity and average speed, then acceleration, kinematic equations for uniformly accelerated motion. ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് XY ആൻഡ് Z ആക്സിസ്, അതിനോടൊപ്പം തന്നെ ടൈം സ്പെസിഫൈ ചെയ്യാനായിട്ട് ഒരു ക്ലോക്കും യൂസ് ചെയ്യുന്നു. അതിനെ ഒരുമിച്ച് പറയുന്നതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. പാത്ത് ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിന്റെ ആക്ച്വൽ ലെങ്ത് ആണ്. Then displacement is the change in position of the object. അതായത് delta x is equal to x2 minus x1.
ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണ് ഓൾവേസ്, എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് can be 0, positive or negative. Distance is always greater than or equal to displacement. ഈ അധ്യായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് എന്നുള്ളത്. ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ടൈം ഇന്റർവൽ ആൻഡ് ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ. അതോടൊപ്പം തന്നെ ഈ രണ്ട് ടേംസിന്റെ ആവറേജ് സ്പീഡിന്റെയും ആവറേജ് വെലോസിറ്റിയുടെയും ഡിഫറൻസ് കൂടി നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ആവറേജ് സ്പീഡ് ഇസ് എ സ്കേലാർ വൈൽ ആവറേജ് വെലോസിറ്റി ഇസ് എ വെക്ടർ, ആൻഡ് ഫോർ എ മൂവിംഗ് ബോഡി സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ് വൈൽ വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ, ആൻഡ് ദിസ് സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി എന്നൊരു കാര്യം കൂടി. ഒപ്പം ഒരു മോഷൻ എപ്പോഴാണ് യൂണിഫോം ആവുന്നത്? ഇഫ് ആൻ ഒബ്ജെക്ട് മൂവിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, it is said to be in uniform motion. യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഗ്രാഫിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അതേസമയം റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി 0 ആണ്. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഇമ്പോർട്ടൻസ്, സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. നെക്സ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത, ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആക്സലറേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ ആണ്. നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാണ് എഴുതുക, അല്ലെ? അതോടൊപ്പം തന്നെ ഈ ആക്സലറേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യൂണിഫോം ആക്സലറേഷൻ എന്താണെന്ന് കൂടി നമ്മളിവിടെ പറഞ്ഞാണ് പോവുക. ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് മൂവിംഗ് ഓർ ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് ഹാവിംഗ് equal change in velocity in equal interval of time, it is said to be in uniform acceleration. യൂണിഫോം ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതിൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ്, വാരിയബിൾ സ്ലോപ്പ് വരുന്ന ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നു. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിലോ നെഗറ്റീവ് സ്ലോപ്പ് ബട്ട് വാരിയിങ് വാല്യൂ വരുന്ന ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. സീറോ ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് സ്ലോപ്പുള്ള ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ആക്സലറേഷന്റെ കേസിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സലറേഷനും അതോടൊപ്പം മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് നെഗറ്റീവ് ആക്സലറേഷനും ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ഈ ഗ്രാഫിന്റെ രണ്ടിന്റെയും ആകൃതിയും അല്ലെങ്കിൽ അതിന്റെ നേച്ചറും അതിൽ നിന്നും എന്ത് ലഭിക്കുന്നു എന്നതുകൂടെ ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ പ്രാധാന്യം, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ലഭിക്കുന്നു എന്നതാണ്. കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യത്തെ വെലോസിറ്റി ടൈം റിലേഷൻ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നു v is equal to u plus at. ഈ ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഈ ഗ്രാഫിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് s is equal to ut plus half at square. ഡിസ്പ്ലേസ്മെന്റ് എന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് റിലേഷൻ v square is equal to u square plus 2as എന്ന ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നു. ഈ മൂന്ന് ഇക്വേഷൻസിന്റെയും ഡെറിവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്ത് എളുപ്പത്തിൽ നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻ ഫ്രീ ഫോൾ. ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ അതിന്മേൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ, എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. a is equal to -g. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി എന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ഒബ്ജക്റ്റ് ആണ്. അതിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാനായിട്ട് മനസ്സിലാക്കി വെക്കണം. നാലാമത്തെ ചാപ്റ്ററിലെ മോഷൻ ഇൻ എ പ്ലെയിൻ, ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സ്കേലാസ് ആൻഡ് വെക്ടേഴ്സും പ്രൊജക്ടൈൽ മോഷനുമാണ്. അതിൽ സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്നും എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ് പഠിക്കുക. എ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഹാവിംഗ് ഓൺലി മാഗ്നിറ്റ്യൂഡ് is known as a scalar like distance, mass, temperature, etc. And a vector quantity has both magnitude and direction, and it obeys the triangle law of addition
or the parallelogram law of addition, like displacement, velocity, acceleration, etc. ഇവിടെ വെക്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെക്ടറിന്റെ പൊസിഷനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും അതുപോലെ ഹൗ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് എ വെക്ടർ, ഒരു പൊസിഷൻ എങ്ങനെ ഒരു വെക്ടറിന്റെ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു പോരുന്നുണ്ട്. അതുപോലെ ഒരു വെക്ടർ എപ്പോഴാണ് ഈക്വൽ ആവുക, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരേപോലെ ആയാലാണ് ആ വെക്ടറിനെ നമ്മൾ ഈക്വൽ എന്ന് പറയാം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് പ്രൊജക്ടൈൽ മോഷൻ. ഒരു പ്രൊജക്ടൈലിന്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ആ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് മോഷൻ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നില്ല. AX is equal to 0. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റ 0 ആകുന്നു. പിന്നീട് വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് യു സൈൻ തീറ്റ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് AY is equal to -G. ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് വരുന്നത് അല്ലെങ്കിൽ ട്രാജക്ടറി വരുന്നത് പരാബോളിക് ആണ്. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് പാരാബോളിക് എന്ന് മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇക്വേഷൻ ഫൈനലി നമുക്ക് ലഭിക്കുന്നത് y is equal to AX plus BX square എന്ന ഫോമിലാണ്. ദിസ് റെപ്രസെന്റ്സ് എ പരാബോള. ദാറ്റ് മീൻസ് ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ 3 ഡെറിവേഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ 3 ടേംസിനെയും ഡിഫൈൻ ചെയ്യുന്നതും അതോടൊപ്പം അതിന്റെ ഡെറിവേഷനും ഒരേ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് T, ദാറ്റ് ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ G. മാക്സിമം ഹൈറ്റ് ഈസ് H, ദാറ്റ് ഈസ് ഈക്വൽ ടു u square sin square theta divided by 2g. And again, horizontal range of a projectile is capital R is equal to u square sin 2 theta divided by g. ഈ 3 ഇക്വേഷൻസിന്റെ ഡെറിവേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ ഏത് ആംഗിളിൽ വേണം പ്രൊജക്ഷൻ? ദാറ്റ് ഈസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 45 ഡിഗ്രി. അങ്ങനെ 45 ഡിഗ്രിയിൽ നമ്മൾ എറിയുകയാണെങ്കിൽ, പ്രൊജക്ടൈൽ എറിഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് R max is equal to u square divided by g. നെക്സ്റ്റ് ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷൻ. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഫ്രിക്ഷൻ, ദെൻ സർക്കുലർ മോഷൻ. ഇവിടെ ആദ്യം മൊമെന്റം എന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യണം. മൊമെന്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, ദാറ്റ് ഈസ് P is equal to mv. Newton's second law of motion states that the rate of change of momentum of a body is directly proportional to applied force and takes place in the direction of force. Mathematically, second law ഇപ്രകാരം എഴുതാം: F proportional to delta P by delta T. Proportionality constant K is equal to 1 ആണെങ്കിൽ F is equal to delta P by delta T എന്ന് എഴുതാം. In the limit delta T tends to 0, this equation becomes F is equal to dP by dt. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ F is equal to ma എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അല്ലെ? F is equal to dP by dt എന്ന് പറയുന്നതിൽ P is equal to mv എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് F is equal to ma. ആൻഡ് വൺ മോർ തിങ്, 1 Newton is equal to 1 kilogram meter per second square. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇമ്പൾസ് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സ്. എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം, ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഈ ഫോഴ്സിന്റെയും ടൈം ഡ്യൂറേഷന്റെയും പ്രൊഡക്റ്റിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം ഡ്യൂറേഷൻ ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസീവ് ഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, വളരെ രസകരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സാധാരണ പരീക്ഷയ്ക്ക്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയിൽ ക്രിക്കറ്റ് ക്യാച്ച് ചെയ്യുന്ന ഒരാള് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ഒരൽപ്പം പുറകിലേക്ക് കൈ കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട്, അല്ലെ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതാണ്. സെക്കൻഡ് ലോയിൽ F is equal to dP by dt ആണ്. കൈകൾ പുറകിലേക്ക് വലിക്കുന്ന സമയത്ത് ടൈം ഇന്റർവെൽ ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൈകളിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാനായിട്ട് ആ ക്രിക്കറ്റർക്ക് സാധിക്കുന്നു.
കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ ദ ടോട്ടൽ മൊമെന്റം ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ് ഈസ് കൺസർവ്ഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് P is equal to a constant. കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ് റീകോയിൽ ഓഫ് ഗൺ ആൻഡ് ദെൻ കൊളീഷൻ ഓഫ് ടു ബോഡീസ്. ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിന് ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു മൊമെന്റം ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഗണ്ണിന് ഒരു റീകോയിൽ മൊമെന്റം ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് PB is equal to minus PG. മാസിന്റെയും വെലോസിറ്റിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് കിട്ടുന്നു. ആ ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നൗ കൊളീഷൻ ഓഫ് ബോഡീസ്, ടു ഒബ്ജക്ട്സ് A and B കൊളൈഡ് ചെയ്യുന്ന സമയത്ത് കൊളീഷന് മുമ്പ് വരുന്ന ടോട്ടൽ മൊമെന്റവും കൊളീഷന് ശേഷം വരുന്ന ടോട്ടൽ മൊമെന്റവും കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഈസ് ഒബെയ്ഡ്. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ദ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് the relative motion between the two surfaces in contact, that is what is known as frictional force. And there are two types of forces, static friction and kinetic friction. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണക്റ്റഡ് ആയിട്ടുള്ള ലോയും കൈനറ്റിക് ഫ്രിക്ഷൻ കണക്റ്റഡ് ആയിട്ടുള്ള ലോയും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പഠിക്കാൻ. Now, motion of a body on an inclined surface. ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുകയാണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. വെൻ ദാറ്റ് ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് വി ഗെറ്റ് μs is equal to tan theta. That is, tangent of the angle at which that body begins to slide is equal to coefficient of static friction. Circular motionil, the acceleration of a body moving in a circular path which is directed towards the center and it is known as centripetal acceleration. അത് പറഞ്ഞു തരുന്നത് ഒരു ഇക്വേഷൻ വഴിയാണ്. A is equal to V square by R എന്ന് പറയുന്ന ഇക്വേഷൻ. അതിനോടൊപ്പം തന്നെ വാട്ട് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുകൂടെ പറയുന്നുണ്ട്. The force which is providing centripetal acceleration. It is known as centripetal force and it is given by Fs is equal to mv square divided by R. സർക്കുലർ മോഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ മോഷൻ ഓഫ് എ കാർ ഓൺ എ കർവ്ഡ് ലെവൽ റോഡ് എന്നത് ടോപ്പിക് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് Vmax should be equal to root of mu s r g. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് റൂട്ട് mu s r g ക്ക് ഈക്വൽ ആയിരിക്കണം. കർവ്ഡ് ലെവൽ റോഡിലെ മാക്സിമം വെലോസിറ്റി നമ്മൾ കണ്ടു. ഇനി ബാങ്ക്ഡ് കർവ്ഡ് റോഡ് ആണെങ്കിൽ അവിടുത്തെ മാക്സിമം വെലോസിറ്റി എന്താണെന്ന് ഡിറൈവ് ചെയ്യണം. ഒരു ബാങ്ക്ഡ് റോഡിലൂടെ ഒരു കാർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സസ് ആ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് കൃത്യമായിട്ട് പഠിക്കണം. ആ സമയത്ത് മാക്സിമം പെർമിസിബിൾ വാല്യൂ ഓഫ് വെലോസിറ്റി ലഭിക്കുന്നത് റൂട്ട് RG ഇൻറ്റു μs പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് μs ടാൻ തീറ്റ. കർവ്ഡ് റോഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ തീരെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഇക്വേഷനിൽ μs is equal to 0 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ സമയത്ത് ഒപ്റ്റിമം വെലോസിറ്റി ലഭിക്കുന്നു. ദാറ്റ് ഈസ് V is equal to റൂട്ട് RG ടാൻ തീറ്റ. മോഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിലെല്ലാം പറഞ്ഞതെങ്കിൽ ആറാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക്, എനർജി ആൻഡ് പവർ ആണ്. ഇവിടെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് വർക്ക്, കൈനറ്റിക് എനർജി, ദ കോൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ആൻഡ് പവർ എന്നീ ടോപ്പിക്സ് ആണ്. ഇതിലാദ്യം വർക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച്. വർക്ക് ഇസ് എ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഈ വർക്കിനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. Work can be zero, work can be positive, and this work can be negative also. Next, kinetic energy and potential energy. The energy possessed by a body by virtue of its motion. It is called as kinetic energy. Kinetic energy K is equal to half mv square. The energy possessed by a body by virtue of its position or configuration is called potential energy. Gravitational potential energy V is equal to mgh. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും പൊട്ടൻഷ്യൽ എനർജിയെയും കണക്ട് ചെയ്ത് F is equal to മൈനസ് dv/dx എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. മറ്റൊരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് സ്പ്രിംഗ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സസിന് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, എയർ റെസിസ്റ്റൻസ്. ഈ അധ്യായത്തിലെ മറ്റൊരു രസകരമായൊരു ടോപ്പിക്കാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇവിടെ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസർവ്ഡ് ഇഫ് ദ ഫോഴ്സസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. ഇത് തെളിയിക്കുവാനായിട്ട് ഒരു ഉദാഹരണത്തിലൂടെയാണ് നിങ്ങളുടെ അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നത്.
ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയെ അതിന്റെ 3 പൊസിഷനുകൾ, അതായത് എ, ബി, സി എന്ന് അടയാളപ്പെടുത്തിയ 3 പൊസിഷനുകളിൽ എത്ര എനർജി കിട്ടും എന്ന് കണ്ടുപിടിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൂവ് ടു ബി mgh. ഈ 3 പോയിന്റിലും mgh എന്ന് പറയുന്ന ടോട്ടൽ എനർജി ആണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ പവർ എന്ന് പറഞ്ഞ് വർക്കിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അധ്യായത്തിന്റെ ഒടുവിൽ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, ദാറ്റ് ഈസ് പവർ ഇസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ T. പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് നോർമലി വാട്ട്സ് ആണ്. വാട്ടിലാണ് എസ് എ യൂണിറ്റ് ആയിട്ട് നമ്മൾ പവറിനെ പറയുക. അത് കൂടാതെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ട്സ്. അടുത്ത ചാപ്റ്റർ 7 സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി, ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, തിയറംസ് ഓഫ് പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ആക്സിസ്. ആദ്യം ആംഗുലർ വെലോസിറ്റിയെയും ലീനിയർ വെലോസിറ്റിയെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഒരു ക്രോസ് പ്രൊഡക്റ്റ് ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വെക്ടർ v is equal to വെക്ടർ ഒമേഗ ക്രോസ് വെക്ടർ r. ആംഗുലർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ആംഗുലർ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ആൽഫ is equal to d omega by dt. അടുത്ത പ്രധാനപ്പെട്ട 2 ടോപ്പിക്സ് ആണ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം. ടോർക്ക് എന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണ്. അതിനെ ടോ is equal to r ക്രോസ് f എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റിന്മേൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാകുന്നു. എന്നാൽ അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റിന്മേൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുന്നു. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. ആംഗുലർ മൊമെന്റം എന്നത് മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ആണ്. ദാറ്റ് മീൻസ് L is equal to r ക്രോസ് p. ടോർക്കും ആംഗുലർ മൊമെന്റവും പറയുന്ന സമയത്ത് റിലേഷൻ കണക്ടിംഗ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ക്യാൻ പ്രൂവ് ദാറ്റ് tau is equal to dl by dt. That is, torque is equal to the time rate of change of the angular momentum of a particle. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് tau is equal to tau external plus tau internal, but this tau internal is equal to 0, so that we can write tau external is equal to dl by dt. That means if the external torque is 0, dl by dt is 0. That means L is equal to a constant. So we can say that if the total external torque on a system of particles is 0, then the total angular momentum of the system is conserved. That is, it remains constant, and which is known as law of conservation of angular momentum. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരു പാർട്ടിക്കിൾ അതിന് ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr² എന്ന് എഴുതാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ആണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ ഓഫ് എ ബോഡി. കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ ഇസ് ഈക്വൽ ടു ½ I omega² ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതിന്റെ വാല്യൂ k is equal to √I/m. ഡിഫറെന്റ് റെഗുലർ ഷേപ്പ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡിഫറെന്റ് ആക്സിസ് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മാത്രമേ പിന്നീട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ ആക്സിസ് തിയറംസ് ആണ്. അതിൽ ആദ്യത്തേത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലെ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുമ്പോൾ the moment of inertia of a plane lamina about z axis is equal to the sum of its moments of inertia about x axis and y axis if the lamina lies in the xy plane. That is, we can write it as iz is equal to ix plus iy. ഈ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പല ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് 1 of its diameter എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ തിയറം ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ix is equal to mr² ഡിവൈഡഡ് ബൈ 4 എന്നാണ്. ഇതുപോലുള്ള ആപ്ലിക്കേഷനുകൾ ഈ ഒരു തിയറത്തിന്റെ ബേസിസിൽ ചോദിക്കാം. അടുത്ത തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാരലൽ ആക്സിസ് തിയറമാണ്. പാരലൽ ആക്സിസ് തിയറത്തിൽ പറയുന്നത് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു
the sum of the moment of inertia of the body about a parallel axis passing through the center of mass and the product of its mass and square of the distance between the two parallel axes. Mathematically നമുക്ക് ഇപ്രകാരം എഴുതാം iz' is equal to iz plus ma square. ഈ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് റെഗുലർ ഷേപ്പ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിസ്കിന്റെ ടാൻജന്റിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡയാമീറ്ററിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിഞ്ഞാൽ മതിയായിരിക്കും. അതിൽ നിന്നും ടാൻജന്റിന് അക്രോസ് വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ 3/2 mr² എന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് അബൌവ് ദ സർഫസ് ഓഫ് എർത്ത് ആണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ലോ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്. F is equal to G into m1 m2 divided by r² എന്ന് പറഞ്ഞ്. ഇതിൽ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് ആൻഡ് വിച്ച് ഇസ് ഹാവിംഗ് ദ വാല്യൂ 6.67 into 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതേ തുടർന്ന് പഠിക്കുന്നുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നത് എർത്തിന്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്മേൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇഫക്റ്റ് മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്മോൾ ലെറ്റർ g is equal to gm/r². സർഫസ് ഓഫ് എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി മാസ് ഓഫ് എർത്ത്. അതുപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് അബൌവ് ദ സർഫസ് ഓഫ് എർത്ത് എന്നുള്ള ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ we conclude that gh is approximately equal to g into 1 minus 2h divided by r. That means as we go above the earth's surface, the acceleration due to gravity decreases by a factor 1 minus 2h by r. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് gd is equal to g into 1 minus d/r. സർഫസിൽ നിന്ന് താഴേക്ക് പോയി അവസാനം എർത്തിന്റെ സെന്ററിലേക്ക് എത്തുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g is equal to 0 എന്ന് കിട്ടുന്നു. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം വരുന്നത് സർഫസിലാണ്. സർഫസിൽ നിന്ന് ഹൈറ്റിലേക്ക് പോകുമ്പോഴും ഡെപ്തിലേക്ക് പോകുമ്പോഴും ജിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. 9ാമത്തെ ചാപ്റ്ററിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ടോപ്പിക്കാണ്. ഇതിലെ ഫോക്കസ് ഏരിയ വരുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഹൂക്സ് ലോ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നിവയാണ്. സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഇക്വേഷനും യൂണിറ്റും ഡയമെൻഷനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്ട്രെസ് ലൈക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ, ഷിയറിംഗ്, ഹൈഡ്രോളിക്, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്തു പോകുന്നു. ഈ ഭാഗത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോയാണ് ഹൂക്സ് ലോ. അപ്ലൈ ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സസ് വളരെ സ്മോൾ ആണെങ്കിൽ സ്ട്രെസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയെ വിളിക്കുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഒരു മെറ്റാലിക് വയറിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലെ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ യീൽഡ് പോയിന്റ് എന്നും പറയുന്നു. ഈ യീൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്നതാണ് യീൽഡ് സ്ട്രെസ്. അതിനുശേഷം ആ ഒബ്ജക്റ്റിന്മേൽ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്താൽ അതിനൊരു പെർമനന്റ് ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് അത് പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നു. ഇ എന്നത് ഫ്രാക്ചർ പോയിന്റ് ആണ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഡിയും ഇയും വളരെ ക്ലോസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ മെറ്റീരിയൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബ്രിട്ടിൽ. അതേസമയം ഇ എന്ന പോയിന്റ് ഡിയിൽ നിന്നും വളരെ ഫാർ എപ്പാർട്ട് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് മെറ്റീരിയൽ ഈസ് ഡക്ടൈൽ. 10th ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഇതിലെ മെയിൻ ഏരിയ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് മെഷീൻസ് ആൻഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഫ്ലൂയിഡ് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പാസ്കൽസ് ലോയിൽ പറയുന്നത്. വെനെവർ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് contained in a vessel, it is transmitted undiminished and equally in all directions. Pascal's law ide applications ആണ് ഹൈഡ്രോളിക് മെഷീൻസ്,
അതിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്ക് ഫോക്കസ് ഏരിയ ഭാഗത്ത് വരുന്നതാണ്. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഡിഫറെന്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ് ഉള്ള 2 സിലിണ്ടേഴ്സ് ആണുള്ളത്. അതിൽ സ്മോളർ പിസ്റ്റണിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാസ്കൽസ് ലോ പ്രകാരം അത് വളരെ ലാർജ് ഫോഴ്സ് ആയിട്ട് ആ ലാർജർ പിസ്റ്റണിൽ അനുഭവപ്പെടുന്നു. അതിന്റെ ഫലമായി ഹെവി ലോഡ്സ് ലിഫ്റ്റ് ചെയ്യാൻ, അതിന്റെ ഫലമായി വളരെ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താനായിട്ട് സാധിക്കുന്നു. ഹൈഡ്രോളിക് ബ്രേക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. കാലുകൾ കൊണ്ട് പെഡലിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വളരെ ലാർജ് ഫോഴ്സ് ആയിട്ട് 4 ചക്രങ്ങളിലും ഒരേപോലെ അനുഭവപ്പെടുന്നു. അങ്ങനെ വാഹനം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫോക്കസ് ഏരിയ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ, the sum of the pressure, the kinetic energy per unit volume and the potential energy per unit volume remains a constant. That means P plus half rho v square plus rho g h is equal to a constant. Total energy ഇവിടെ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഇതിന്റെ ഡെറിവേഷൻ വളരെ പ്രാധാന്യത്തോടു കൂടി എഴുതി തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ചാപ്റ്റർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇവിടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് വരുന്നത് തെർമൽ എക്സ്പാൻഷൻ, ദെൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഒരു മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന എക്സ്പാൻഷനെയാണ് തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. ദർ ആർ 3 types of thermal expansions: linear expansion, area expansion and volume expansion. ഈ 3 എക്സ്പാൻഷൻസിന്റെയും കോഎഫിഷ്യൻസ് ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ വി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ റേഷ്യോ 1:2:3. ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. നോർമൽ മെറ്റീരിയൽസ് ചൂടാക്കുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. എന്നാൽ വാട്ടർ 0°C നിന്നും 4°C ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ട് ചെയ്യുന്നു. പിന്നീട് 4 ഡിഗ്രിക്ക് ശേഷം ചൂടാക്കിയാൽ അത് നോർമൽ മെറ്റീരിയലിനെ പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4°C. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. സോളിഡ് ടു ലിക്വിഡ് ആവാം, ലിക്വിഡ് ടു ഗ്യാസ് ആവാം, സോളിഡ് ടു ഗ്യാസ് ആവാം. ഓരോ ചേഞ്ച് സംഭവിക്കുമ്പോഴും അതിനെ തുടർന്നുണ്ടാവുന്ന ഹീറ്റ് ഡിഫറൻസ്, അതാണ് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ ലേറ്റന്റ് ഹീറ്റ്, അതിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നീ ടോപ്പിക്കുകളും പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഫോർ വാട്ടർ അറ്റ് 1 atmospheric pressure. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. 0°C താഴെ വാട്ടർ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അറ്റ് 0°C മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാകുന്നില്ല. അവിടെ അബ്സോർബ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ വിളിക്കുന്നതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. പിന്നീട് 0°C 100°C ഇടയിൽ വാട്ടർ ലിക്വിഡ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. 100°C ബോയിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അതിനെ വിളിക്കുന്നതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതിന് മുകളിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് കടക്കുന്നു. 12th ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പ്രോസസ്സസ് ആൻഡ് ഹീറ്റ് എൻജിൻസ് എന്നിവയാണ്. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് എന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലെ ഒരു പോർഷൻ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. റിമൈനിങ് പോർഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇഫ് വർക്ക് ഈസ് ഡൺ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഇന്റേണൽ എനർജി ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. ആ സമയത്ത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടുന്നു. തെർമോഡൈനാമിക് പ്രോസസ്സുകളിൽ ആദ്യം ഐസോതെർമൽ പ്രോസസ്സാണ്. A process in which the temperature of the system is kept fixed throughout, it is known as an isothermal process. That means temperature is a constant. Temperature constant ആണെന്ന് പറഞ്ഞാൽ internal energy change will be also equal to 0. So delta Q is equal to delta W, or in this particular state PV is equal to a constant.
ഐസോതെർമൽ പ്രോസസ്സിന്റെ കേസിൽ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് എന്നതിന് നമ്മളൊരു ചെറിയ ഡെറിവേഷൻ എഴുതുന്നുണ്ട്. ആ ഡെറിവേഷന്റെ ഒടുവിൽ നിങ്ങൾ കാണുന്ന ഇക്വേഷൻ W is equal to mu RT log V2 by V1 എന്നതാണ്. ഇവിടെ നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷനും ഐസോതെർമൽ കംപ്രഷനും ഡിസ്കസ് ചെയ്യുന്നു. അടുത്ത തെർമോഡൈനാമിക് പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ്. ഒരു അഡിയബാറ്റിക് പ്രോസസ് നടക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിന് അതിന്റെ സറൗണ്ടിങ്ങുമായിട്ട് ഒരു തെർമൽ കോണ്ടാക്ട് ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് കിട്ടുന്നു. ഒരു അഡിയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതിനെ ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നും എഴുതാം. ഇവിടെ ഗാമ എന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ആണ്. ദാറ്റ് ഈസ് ഗാമ ഈസ് ഈക്വൽ ടു CP by CV. അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി കിട്ടുന്നത് W is equal to mu R divided by gamma minus 1 into T1 minus T2. അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. ആ സമയത്ത് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. അഡിയബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ്. ആ സമയത്ത് ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഐസോകോറിക് പ്രോസസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ വോളിയം ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക. വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ W is equal to 0. That means there is no work is done on or by the gas. For isocoric process, delta Q is equal to delta U. And in the case of isobaric process, pressure is constant. So the work done by the gas in an isobaric process is equal to W, that is equal to mu R into T2 minus T1. മറ്റൊന്ന് സൈക്ലിക് പ്രോസസ് ആണ്. സൈക്ലിക് പ്രോസസ്സിൽ the system will returns to its initial state. So since the internal energy is a state variable, delta U is equal to 0 for a cyclic process. Therefore delta Q is equal to delta W. That means the total heat absorbed equals the work done by the system. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് ഹീറ്റ് എഞ്ചിൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് എഞ്ചിൻ. ഒരു ഹീറ്റ് എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങൾ വർക്കിംഗ് സബ്സ്റ്റൻസ്, ദെൻ an external reservoir at high temperature, അതിനെ നമുക്ക് സോഴ്സ് എന്ന് വിളിക്കാം. then an external reservoir at low temperature, അതിനെ സിങ്ക് എന്ന് വിളിക്കാം. ഒരു ഹീറ്റ് എഞ്ചിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്നും ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q1 അബ്സോർബ് ചെയ്യുന്നു. ഈ ഹീറ്റിലെ ഒരു പോർഷൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. റിമൈനിങ് ഹീറ്റ് അത് സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്നു. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന ഹീറ്റ് W is equal to Q1 minus Q2 ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈറ്റ is equal to W by Q1. വർക്കിന്റെ വാല്യൂ Q1 minus Q2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈറ്റ is equal to 1 minus Q2 by Q1 എന്ന് കിട്ടുന്നു. സിങ്കിലേക്ക് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് Q2 is equal to 0 ആണെങ്കിൽ എഫിഷ്യൻസി ഈറ്റ is equal to 1 or 100% എന്ന് കിട്ടുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. 100% എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q2 ഈസ് ഓൾവേസ് റിജക്റ്റഡ് ടു സിങ്ക്. ദർ ആർ 2 types of heat engines, external combustion engine and internal combustion engine. ഒരു external combustion engineൽ working substance is heated by an external furnace. അത്തരം ഹീറ്റ് എഞ്ചിൻസിന് എക്സാമ്പിൾ ആണ് സ്റ്റീം എഞ്ചിൻ. ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനകത്ത് ആ വർക്കിംഗ് സബ്സ്റ്റൻസിനകത്ത് നടക്കുന്ന ഒരു എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ ആ സിസ്റ്റം ഹീറ്റഡ് അപ്പ് ആവുന്നതിന് കാരണമാകുന്നു. അത്തരം ഹീറ്റ് എഞ്ചിൻസിന് എക്സാമ്പിൾ ആണ് പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. 13ാമത്തെ ചാപ്റ്റർ കൈനറ്റിക് തിയറിയാണ്. ഇവിടുത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്ലേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പോസ്റ്റ്ലേറ്റ്സ് എല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന ഒരു ഏരിയയിൽ തന്നിരിക്കുന്ന ചെറിയ ഡെറിവേഷനും ശ്രദ്ധയോടെ വേണം പഠിക്കാൻ. അവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to 1/3 NmV² ബാർ ആണ്. ഒപ്പം കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. The average kinetic energy of a molecule is proportional to the absolute temperature of the gas. It is independent of pressure, volume or nature of the ideal gas. And here we get
E/n is equal to 3/2 kbt. അതോടൊപ്പം തന്നെ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. VRMS is equal to root of 3 kbt divided by m എന്ന് പറഞ്ഞ്. ഇവിടെ kb എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, t എന്നത് ടെമ്പറേച്ചർ, m എന്നത് മാസ്. അടുത്തത് ചാപ്റ്റർ 14 ഓസിലേഷൻസ്. ഇവിടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ദെൻ ദ സിമ്പിൾ പെൻഡുലം. ഒരു ഓസിലേറ്ററി മോഷൻ സിമ്പിൾ ഹാർമോണിക് ആകുന്നത് അതിന്മേൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കുകയും അതിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ മെയിൻ പൊസിഷനിൽ വരുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാത്തമാറ്റിക്കലി ഇപ്രകാരം റെപ്രസെന്റ് ചെയ്യാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇവിടെ എ എന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. ഒമേഗ ടി പ്ലസ് ഫൈ എന്നത് ഫേസ് ആണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ അറ്റ് എ ഗിവൺ ടൈം. ഫൈ എന്നത് ഫേസ് കോൺസ്റ്റന്റ് ആണ്. അത് ഇനീഷ്യൽ കണ്ടീഷൻസിനെ സിഗ്നിഫൈ ചെയ്യുന്നു. ദെൻ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t, അതല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 2π/ν എന്ന് റെപ്രസെന്റ് ചെയ്യാം. സിമ്പിൾ പെൻഡുലം എന്ന ടോപ്പിക്കില് സിമ്പിൾ പെൻഡുലത്തിന്റെ തിയറിറ്റിക്കൽ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കും. ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ഡയമെൻഷണൽ ഡെറിവേഷൻ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ആ ഒരു ഉപകരണത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്. ഇവിടെ ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ പീരിയഡ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ടി ഇസ് ഈക്വൽ ടു 2π × √L/g എന്ന് തന്നെയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 15 വേവ്സ്. ഇവിടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്, ദ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യമേ തന്നെ ആംപ്ലിറ്റ്യൂഡും ഫേസ് എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. y of xt is equal to a sin kx minus omega t plus phi. ഇവിടെ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, kx minus omega t plus phi എന്ന് പറയുന്നത് ഫേസ് ആണ് എന്ന കാര്യം വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എ പ്രോഗ്രസീവ് വേവ് ട്രാവലിംഗ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ എക്സ് ആക്സിസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് y of xt is equal to a sin kx minus omega t plus phi എന്നും a progressive wave traveling along the negative direction of the x-axis can be represented as y of xt is equal to a sin kx plus omega t plus phi എന്നും റെപ്രസെന്റ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ് എന്ന ടോപ്പിക്കിൽ തന്നെ വേവ് ലെങ്തും ആംഗുലർ വേവ് നമ്പർ എന്താണെന്ന് കൂടെ പറയുന്നുണ്ട്. വേവ് ലെങ്ത് മീൻസ് ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ട്രഫ്സ് ഓർ ക്രസ്റ്റ്, or we can say that it is the minimum distance between two consecutive points in the same phase of wave motion. Here the wave number or the angular wave number is defined as k is equal to 2π/λ. ഒരു പ്രോഗ്രസീവ് വേവിന്റെ പീരീഡ്, ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലാക്കാം. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ വേവ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ടേക്കൺ ബൈ എനി എലമെന്റ് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. Angular frequency omega is equal to 2π/t ആണ്. Frequency is the number of oscillations per unit time made by an element as the wave passes through it. Frequency is the reciprocal of period. Then we can write nu is equal to 1/t. Frequency usually measured in hertz. അടുത്തത് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ആണ്. ഒരു പ്രോഗ്രസീവ് വേവ് മാത്തമാറ്റിക്കലി y of xt equals a sin kx minus omega t എന്ന് എഴുതാം. ഇവിടെ ഇനീഷ്യൽ ഫേസ് ആംഗിൾ phi is equal to 0 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ഫേസ് വാല്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 എന്നാണ്. അതിൽ നിന്നും വെലോസിറ്റിയുടെ ഇക്വേഷൻ ω/k എന്ന് കിട്ടുന്നു. ഒമേഗ ആൻഡ് k വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനലി സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് v is equal to nu λ എന്നാണ് കിട്ടുന്നത്. ഏതൊരു പ്രോഗ്രസീവ് വേവും ഒബേ ചെയ്യുന്ന ജനറൽ എക്സ്പ്രഷൻ ആണ് v is equal to nu λ. പ്രോഗ്രസീവ് വേവ് ട്രാൻസ്വേഴ്സ് ആയിരിക്കാം, ലോഞ്ചിറ്റ്യൂണൽ ആയിരിക്കാം. ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് വരുന്നത് v is equal to √T/μ. ട്രാൻസ്വേഴ്സ് വേവിനൊരു എക്സാമ്പിൾ ആണ് എ വേവ് ട്രാവലിംഗ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇവിടെ T എന്നത് ടെൻഷൻ ഓൺ ദി വയർ ആണ്, μ എന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. നെക്സ്റ്റ് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ്. ലോഞ്ചിറ്റ്യൂണൽ വേവിനൊരു എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്. ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ഒരു സോളിഡ് ബാറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡ് v is equal to √y/ρ. ഇവിടെ y എന്നത്
യങ്സ് മോഡുലസ് ഓഫ് മെറ്റീരിയൽ ആണ്. റോ എന്നത് ഡെൻസിറ്റി ഓഫ് മീഡിയം. ദെൻ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇൻ എ ഫ്ലൂയിഡ് v is equal to root b by rho എന്നാണ് കിട്ടുന്നത്. ഇവിടെ b എന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ശ്രദ്ധിക്കാനുണ്ട്. ന്യൂട്ടൺസ് ഫോർമുലയിൽ പറയുന്നത് വെലോസിറ്റി v is equal to root p by rho. ഇവിടെ ഐഡിയൽ ഗ്യാസിലൂടെ ലോഞ്ചിറ്റ്യൂണൽ വേവ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പ്രഷർ വേരിയേഷൻസ് ഐസോതെർമിക് ആയിട്ടാണ് ഐസക് ന്യൂട്ടൺ കൺസിഡർ ചെയ്തത്. ലാപ്ലേസ് ന്യൂട്ടൺസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തു. അക്കോർഡിംഗ് ടു ലാപ്ലേസ് ദ പ്രഷർ വേരിയേഷൻസ് ആർ അഡിയബാറ്റിക്. അതുകൊണ്ട് വെലോസിറ്റി ഇക്വേഷൻ വരുന്നത് റൂട്ട് ഗാമ പി ബൈ റോ എന്നാണ്. ഹിയർ ഗാമ ഈസ് ഈക്വൽ ടു സി പി ബൈ സി വി. പ്രിയപ്പെട്ട കുട്ടികളെ, +1 ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി ഈ ടോപ്പിക്കുകളിൽ നിന്നും ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്. ഇവിടെ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്നതാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്. ഇതിൽ നിന്നും 1 മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യമേ SI സിസ്റ്റത്തെ നിങ്ങൾ പരിചയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഡയമെൻഷണൽ അനാലിസിസും അതിന്റെ ആപ്ലിക്കേഷൻസുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയമെൻഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഈ ഒരു ഏരിയയിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ 3 പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. യൂണിഫോം മോഷൻ എന്താണെന്ന് കണ്ടു. ആ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. പിന്നീട് യൂണിഫോം ആക്സിലറേഷനിലുള്ള മോഷൻസ് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, ആ ഗ്രാഫിനെ ബേസ് ചെയ്ത് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. v is equal to u plus at, s is equal to ut plus half at square, v square equals u square plus 2as. ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മോഷനിന്റെ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ, 4ാമത്തെ ചാപ്റ്ററിൽ സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് ആയിരുന്നു ആദ്യം പറഞ്ഞ ഫോക്കസ് ഏരിയ. അവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരാം. ഒപ്പം തന്നെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ വലിയൊരു ഏരിയ. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയൊരു എസ്ഐ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവിടെ നമ്മൾ 3 ടേംസ് പഠിച്ചിരുന്നു. മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസിനും ചെറിയൊരു പോസിബിലിറ്റി ഇവിടെ പറയാം. നെക്സ്റ്റ് ചാപ്റ്റർ 5 ലോസ് ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി അറിഞ്ഞിരിക്കണം. സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to ma ഡിറൈവ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. സെക്കൻഡ് ലോ യൂസ് ചെയ്ത് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ആ ഒരു ഡെറിവേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഇമ്പൾസ് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സസ് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാം. നെക്സ്റ്റ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും, ആ ലോസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ബോഡി ഇൻക്ലൈൻഡ് സർഫസിൽ ജസ്റ്റ് ടു ബിഗിൻ ടു സ്ലൈഡ്, ആ ഒരു സമയത്ത് മ്യൂസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന ഒരു ഡെറിവേഷൻ ഓർത്തിരിക്കണം. പിന്നീട് കർവ്ഡ് ലെവൽ റോഡിലെയും കർവ്ഡ് ബാങ്ക്ഡ് റോഡിലെയും മാക്സിമം വെലോസിറ്റീസിന്റെ ഇക്വേഷൻ, ആ ഡെറിവേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ ഫോഴ്സസിന്റെ സ്കിമാറ്റിക് ഡയഗ്രമും വരയ്ക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. 6ാമത്തെ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ വർക്കിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം കൈനറ്റിക് എനർജി എന്താണെന്നും അതിന്റെ കോൺസെപ്റ്റ്, പൊട്ടൻഷ്യൽ എനർജിയുടെ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് വരുന്ന മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. ഒരു എസ്സേ ആയിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം അതിനെ തുടർന്ന് വരുന്ന പവർ എന്ന ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാം. അവിടെ ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസിനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ 7 സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇവിടെ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം, അതിന്റെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. ടോർക്കിനെയും ആംഗുലർ മൊമെന്റത്തിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു dl/dt, അതൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ യൂസ് ചെയ്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, അതിന്റെ പ്രൂഫും എഴുതാനായിട്ട് സാധിക്കണം. ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന 2 തിയറംസ് ആണ്, പാരലൽ ആക്സസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സും ആ തിയറം യൂസ് ചെയ്ത് ഡിഫറെന്റ് അപ്ലിക്കേഷൻസും നന്നായി പഠിച്ചിരിക്കണം. 8ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഈ ചാപ്റ്ററിൽ
യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതൊരു ഷോർട്ട് ആൻസർ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെറിവേഷൻ, G=gm/r² എന്ന ഡെറിവേഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്, അവിടെ വരുന്ന വേരിയേഷൻ എന്താണ്, അതോടൊപ്പം തന്നെ ഡെപ്തിനനുസരിച്ച് എങ്ങനെ അത് മാറുന്നു, ഈ കാര്യങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പഠിക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൂക്സ് ലോ. പിന്നീട് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരുന്നുണ്ട്. ആ ഗ്രാഫിലെ ഡിഫറെന്റ് റീജിയൻസ്, ഇലാസ്റ്റിക് റീജിയൻ, പ്ലാസ്റ്റിക് റീജിയൻ, അതുപോലെ തന്നെ ഇലാസ്റ്റിക് ലിമിറ്റ്, യീൽഡ് സ്ട്രെസ്, ഫ്രാക്ചർ പോയിന്റ്, ഇത്തരം പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ഗ്രാഫിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. 10th ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഈ ചാപ്റ്ററിലെ പാസ്കൽസ് ലോ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ലോയെ അതിന്റെ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ആലോചിക്കുക എന്നല്ല, ചെയ്യുക തന്നെ. ഒപ്പം ബെർണോളിസ് പ്രിൻസിപ്പിൾ, നല്ലൊരു എസ്എ ക്വസ്റ്റ്യൻ ആണത്. ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഡെറിവേഷൻ പഠിക്കുന്നതിനൊപ്പം തന്നെ ആ ഒരു ഡെറിവേഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഡയഗ്രവും വരച്ച് തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അടുത്തത് ചാപ്റ്റർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇവിടെ തെർമൽ എക്സ്പാൻഷൻസ്, അതിന്റെ കോഎഫിഷ്യൻസിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതിന്റെ റേഷ്യോ വരുന്നത് 1:2:3. ദെൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അത് ഡിഫറെന്റ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റുകളുടെ പേരുകൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ദെൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, അതും മനസ്സിലാക്കി വെക്കണം. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ ഹീറ്റ് എനർജി ഗ്രാഫ്, ആ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 12th ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക് പ്രോസസ്സസ്, ഹീറ്റ് എഞ്ചിൻസ് എന്നതാണ് ഇവിടുത്തെ ഫോക്കസ് ഏരിയ. ഇതിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിനൊപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമൽ പ്രോസസ്സസ് ലൈക്ക് ഐസോതെർമൽ പ്രോസസ്, അഡയാബാറ്റിക് പ്രോസസ്, ദെൻ ഐസോകോറിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഇതൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ഈ പ്രോസസ്സുകളിൽ ഐസോതെർമൽ പ്രോസസിന്റെയും അഡയാബാറ്റിക് പ്രോസസിന്റെയും വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് എന്ന ചെറിയൊരു ഡെറിവേഷൻ കൂടെ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഒപ്പം സൈക്ലിക് പ്രോസസ്, അതോടൊപ്പം ഏറ്റവും ഒടുവിൽ വരുന്ന ഹീറ്റ് എഞ്ചിൻ, വളരെ നല്ലൊരു ചോദ്യമായിട്ട് തന്നെ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഹീറ്റ് എഞ്ചിനിൽ നിന്നും വളരെ ഭംഗിയായി അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, ഒപ്പം എഫിഷ്യൻസി കാണുന്ന ഇക്വേഷൻ, ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ ന്യൂമറിക്കൽസ്, ഇതെല്ലാം ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ചാപ്റ്റർ 13 കൈനറ്റിക് തിയറി ആണ്. അതിൽ കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, അതിന്റെ പോസ്റ്റുലേറ്റ്സ്, പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നീട് വരാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷൻ ആണ് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, P=1/3 എന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ. അതുപോലെ തന്നെ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ, ആ ഒരു ഇക്വേഷൻ ആവറേജ് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ 3/2 kBT ആണ്. അതിൽ നിന്നും റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി VRMS √3 kBT/m, ആ ഒരു ഇക്വേഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. ചാപ്റ്റർ 14 ഓസിലേഷൻസ്. ഇതിലാദ്യം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഇതേ തുടർന്ന് സിമ്പിൾ പെൻഡുലമാണ്. ഇവിടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് ചെറിയ ചെറിയ ഷോർട്ട് ആൻസേഴ്സിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുക. ഒപ്പം തന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ ഡെറിവേഷനും വളരെ പ്രാധാന്യത്തോടുകൂടി സിമ്പിൾ പെൻഡുലം എന്ന ടോപ്പിക്കിന്റെ ഡെറിവേഷൻ എഴുതി തന്നെ പഠിക്കുക. ഫൈനലി T=2π√L/g എന്ന ഇക്വേഷൻ ഫോം ചെയ്യുന്നവരെ. അടുത്തത് ചാപ്റ്റർ 15 വേവ്സ്. ഇവിടെ ഒരു പ്രോഗ്രസീവ് വേവിന്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ y(xt) = a sin kx - ωt+5. അതുപോലെ തന്നെ അത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തെ ആ ഇക്വേഷനും എഴുതാനായിട്ട് അറിയണം. ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് വെലോസിറ്റി ഓഫ് എ പ്രോഗ്രസീവ് വേവ് ആണ്, v=μ എന്ന ഇക്വേഷന്റെ ഡെറിവേഷൻ. ഇനി ട്രാൻസ്വേഴ്സ് വേവിന്റെയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെയും ഡിഫറെന്റ് കേസസിലെ വെലോസിറ്റി ഇക്വേഷൻസും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിരിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് +1 ഫിസിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, അത് ഒരുപക്ഷെ ചെറിയ ചോദ്യങ്ങളാവാം, മറ്റു ചിലപ്പോൾ വലിയ വലിയ ചോദ്യങ്ങളുടെ രൂപത്തിലാവാം. ചോദ്യങ്ങൾ ഏത് രൂപത്തിലുള്ളതായാലും അതിനൊക്കെ കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി ഹൃദ്യസ്ഥമാക്കിയ നിങ്ങളുടെ മനസ്സിലെ
അടിസ്ഥാനപരമായ വസ്തുതകളെ കൃത്യമായിട്ട് പേപ്പറിൽ എഴുതാൻ സാധിക്കണം. അതിനാദ്യം വേണ്ടത് ഏകാഗ്രതയാണ്. പഠിക്കുന്ന ഓരോ ടോപ്പിക്കും ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. എഴുതി പഠിക്കേണ്ടത് എഴുതിയും വായിച്ചു പഠിക്കേണ്ടത് വായിച്ചും തന്നെ പഠിക്കുക. നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.